السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. വെറും വാശിയോടും കൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ പാടില്ല. ഇന്ന് നാം കാണുന്നത് എതിരാളികളെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടി വളരെ നെറികെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിട്ടാണ്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ ഇകഴ്ത്തി കാണിക്കുവാൻ, അവനെ മോശമായി ചിത്രീകരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. അവർ പരസ്പരം ഈ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഖുർആനിലെ 20-ാം അധ്യായം താഹയിലെ 61-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഖദ് ഖാബ മനിഫ്തറ, കള്ളങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവൻ പരാജയപ്പെട്ടിരിക്കുന്നു, തീർച്ചയായിട്ടും അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളൊക്കെ മത്സരിക്കുമ്പോൾ ചില ആളുകൾ വ്യഭിചാര ആരോപണങ്ങൾ വരെ, തെളിവില്ലാത്ത വ്യഭിചാര ആരോപണങ്ങൾ വരെ ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാണ്. അല്ലേ? തെളിവില്ലാത്ത വ്യഭിചാര ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അവന് 80 അടിയാണ്. വ്യഭിചരിച്ചവന്, അവിവാഹിതനായ വ്യഭിചാരിക്ക് 100 അടി കൊടുക്കുമ്പോൾ അതിൽ 20 അടി കുറച്ചിട്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതിന് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇസ്ലാം അതിനെ എത്ര ഭയങ്കരമായി കാണുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 4-ാം വചനത്തിൽ അള്ളാഹു അത് വ്യക്തമായി പറയുന്നുണ്ട്. വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തു ബിഅർബഅതി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദതൻ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ വഉലൈക ഹുമുൽ ഫാസിഖൂൻ. പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാരാരോപണങ്ങൾ ഉന്നയിക്കുകയും എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരികയും ചെയ്യാത്ത ആളുകൾ, അവരെ ഫജ്ലിദൂഹും 80 ജൽദതൻ, 80 ചാട്ടവാറടി അവർക്ക് നൽകണം. അവരൊരിക്കലും നിങ്ങൾ സാക്ഷിയായി സ്വീകരിക്കുവാൻ പാടില്ല. അവർ തമ്മാടികളായ അധർമ്മകാരികളായ ആളുകളാണ്.
മാത്രവുമല്ല, ഇങ്ങനെ വ്യഭിചാരാരോപണം ഉന്നയിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞിട്ടുള്ള 7 മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. 7 മഹാപാപങ്ങളിൽ 7ാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, വിശ്വാസിനികളായ പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദമായ പ്രചരണങ്ങൾ നടത്തുക, ലൈംഗികാരോപണങ്ങൾ നടത്തുക, ഇത് വലിയ മഹാപാപമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ആളുകൾക്ക് ഇത്തരം വ്യഭിചാര ആരോപണങ്ങൾ ഏറ്റുപറയുക എന്നുള്ളത് അവർക്ക് വലിയ താല്പര്യമാണ്. മീഡിയകൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയമാണിത്. മാന്യന്മാരെക്കുറിച്ച് അപകീർത്തി പറഞ്ഞുണ്ടാക്കുക, പരിശുദ്ധന്മാരായ ആളുകളുടെ ജീവിതത്തിന് അവരുടെ സ്വകാര്യ ജീവിതം പരസ്യമാക്കുക, അതിൽ നിർവൃതി കണ്ടെത്തുക, ഒരു പ്രത്യേകതരം മാനസിക അവസ്ഥയാണിത്. ഖുർആൻ ആ മാനസികാവസ്ഥയെക്കുറിച്ച് 24-ാം അധ്യായം 100-ലെ 19-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശത ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വിശ്വാസികൾക്കിടയിൽ നീചപ്രവൃത്തി വ്യാപിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് ഇഹലോകത്തും പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ട്. അള്ളാഹു കാര്യങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത്തരം പ്രചരണങ്ങൾക്ക് ഏറ്റുപിടിക്കുന്ന ആളുകൾ തെറ്റുകൾ ചെയ്യുന്ന, കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ തങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള കുറ്റങ്ങൾ മാന്യന്മാരും ചെയ്യുന്നുണ്ട്, ആരും മാന്യന്മാരായി ചമയണ്ട എന്ന് വിചാരിച്ച് തെറ്റുകളെ സാമാന്യവൽക്കരിക്കാൻ വേണ്ടി നല്ല ആളുകളെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കുകയാണ്. അല്ലേ? സമൂഹത്തിലെ നല്ല ആളുകളെക്കുറിച്ച് തെളിവില്ലാതെ വ്യഭിചാരാരോപണം ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി അത് പരിശോധിച്ച് പരസ്യപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണാം. ഇതൊന്നും സത്യവിശ്വാസികൾക്ക് ഭൂഷണമല്ല, അത് അവർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത്. പ്രവാചകൻ പറയുന്നുണ്ട്, നാവുകൊണ്ട് ഇസ്ലാം പറയുകയും മനസ്സിലേക്ക് വിശ്വാസം പ്രവേശിക്കുകയും ചെയ്യാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നു, ലാ തൂദിൽ മുസ്ലിമീന വലാ തുഅയ്യിറൂഹും, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത്, അവരെ അപമാനിക്കരുത്. വലാ തത്തബിഊ ഔറാത്തിഹിം, അവരുടെ ന്യൂനതകളെ നിങ്ങൾ ചുഴ്ന്നന്വേഷിക്കരുത്. അങ്ങനെ നിങ്ങൾ ചുഴ്ന്നന്വേഷിച്ച് പരസ്യമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ന്യൂനതകൾ അന്വേഷിക്കുവാൻ വേണ്ടി അള്ളാഹു വേറെ ആളെ ഏർപ്പെടുത്തുമെന്നാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പായാലും അല്ലെങ്കിലും ഇത്തരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ലക്ഷണമല്ല. അതുപോലെ തന്നെ പരസ്പര പരിഹാസവും അവഹേളനവും നടത്തുവാൻ പാടില്ല. സ്ഥാനാർത്ഥികൾ രണ്ടും മുസ്ലിങ്ങളിൽപ്പെട്ടവരാണ്, ഒരേ പള്ളിയിൽ നമസ്കരിക്കുന്നവരാണ്, ജുമായിൽ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ പുറത്തിറങ്ങി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേജിലേക്ക് വരുമ്പോൾ പരസ്പരം അവഹേളിക്കുകയും പരിഹസിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന സ്വഭാവം, അങ്ങനെ മറ്റുള്ളവനെ കൊച്ചാക്കി കാണിക്കുന്ന സ്വഭാവം, ഈ പരിഹാസം, ഈ അപഹാസം പാടില്ല എന്ന് 49-ാമത്തെ അധ്യായം സൂറത്ത് ഹുജറാത്തിലെ 11-ാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ കൃത്യമായി പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്, അവഹേളിക്കരുത്, അപഹസിക്കരുത്. അതുപോലെ തന്നെ ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യരുത്. കാരണം നിങ്ങൾ പരിഹസിക്കുന്ന അപഹസിക്കുന്ന ആളുകളെക്കാൾ പരിഹസിക്കപ്പെടുന്ന ആളുകൾ ഉത്തമന്മാരായേക്കാം. അങ്ങനെ പരിഹസിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത്, അവഹേളിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അവനേക്കാൾ ഉന്നതനാണ്, ഉയർന്നവനാണ്, നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് വരുത്തി തീർക്കാനാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ അറിയാതെ ഒരു അഹങ്കാരം ഉണ്ടാവും. അൽ കിബുറു ബത്തറുൽ ഹക്ക് വംതുന്നാസ്, ജനങ്ങളെല്ലാം മൈൻഡ് ചെയ്യാത്ത ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് കിബിർ. അതുപോലെ തന്നെ സത്യം അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രവണത ഒരുത്തനുണ്ടായാൽ ആ തെറ്റ് ചെയ്യാൻ അത് തെറ്റായിട്ട് അത് തന്നെ മതി എന്നാണ്. ബിസ്ബിംരിമിനെ ഷെറി അഹ്കറ അഹാവുൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ സഹോദരനെ നിസാരവൽക്കരിക്കുക, നിന്ദിക്കുക എന്നുള്ളത് മാത്രം മതി ഒരാൾ തെറ്റുകാരനായി തീരാൻ എന്നാണ്. അതുപോലെ തന്നെ കുത്തുവാക്കുകൾ പറയുക,
പ്രസംഗിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന ചില ആളുകളുണ്ട്. സ്ഥാനാർത്ഥികളായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന, അവൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ പറയുക ചില ആളുകളുടെ ഒരു ശൈലിയാണ്. കൊക്കയും കൊളുത്തുമുള്ള വാക്കുകൾ, മറ്റുള്ളവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അത് നിങ്ങൾ പറയാൻ പാടില്ല. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്കുകൾ പറയുന്നവനും അവഹേളിക്കുന്നവനും നാശമെന്ന് സൂറത്ത് ഹുമസയിൽ അള്ളാഹു പറയാണ്. അതുപോലെ തന്നെ ഏഷണിയെ പറഞ്ഞ് പരത്തുക, ഒന്നായി നിൽക്കുന്ന ആളുകളെ തെറ്റിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഏഷണി. നബവി റഹ്മഹുമുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, അന്നമീമത്തു ഹിയ നഖ്ലുൽ കലാമി ബഅദുഹും ഇലാ ബഅദിൻ അലാ ജിഹത്തിൽ ഫസാദ്. ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചില സംസാരങ്ങൾ പരസ്പരം പങ്കുവെക്കലാണ് നമീമത്ത് എന്നുള്ളത്. അത് സത്യവിശ്വാസികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തായാലും രാഷ്ട്രീയത്തിലായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മതധാർമ്മിക മൂല്യങ്ങൾ പാലിക്കണം. രാഷ്ട്രീയത്തിൽ ചിലത് അനുവദനീയമാണ്, മതത്തിൽ വരുമ്പോൾ അത് തെറ്റാണ് എന്നില്ല. രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും തെറ്റ് തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. നമുക്ക് അറിവില്ലാത്ത തെളിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. 15-ാം അധ്യായം ഇസ്രായേലിലെ 36-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ്സമ്മ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിനക്ക് അറിവില്ലാത്ത കാര്യത്തിൻ്റെ പിറകെ നീ പോകരുത്. കേൾവിയും കാഴ്ചയും അതേമാതിരി ചിന്തകളുമൊക്കെ തന്നെ അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യും. വ്യക്തമായ അറിവ് ലഭിക്കാത്ത കാര്യങ്ങളെ പിന്തുടരരുത്. ഊഹങ്ങളെയും തെറ്റിദ്ധാരണയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തരുത്. കാഴ്ചയും കേൾവിയും മനുഷ്യ ഹൃദയത്തിൻ്റെ വികാരങ്ങളുമൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യും എന്നാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഇലക്ഷൻ പ്രകടന പത്രികയും അവരുടെ ആദർശവുമാണ് ഇലക്ഷനിൽ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ വ്യക്തിഹത്യകൾ നടത്തി അവരെ ആരോപണങ്ങൾ നടത്തുകയല്ല എന്നാണ്. ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തി തീരുമാനമെടുക്കരുത്. സൂറത്ത് ഗുജറാത്തിലെ 12-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ജിത്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഊഹങ്ങളെ പിന്തുടരരുത്. കാരണം ഊഹങ്ങളിൽ ചിലത് കുറ്റമാണ്, തെറ്റാണ്. അല്ലേ? ഇന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും ഇത്തരം അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ പടച്ചു വിടുന്നുണ്ട് എന്നാണ്. പീഡന വാർത്തകളാണ് ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് ലഭിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ സ്ത്രീകളുടെ പുറകെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ വ്യാജ പീഡന വാർത്തകൾ, വ്യാജമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് സ്ത്രീകൾ പരാതിപ്പെടുന്ന കാലഘട്ടത്തിലാണ്. ഇയ്യാക്കും വല്ലന്ന ഫൈനല്ലന്ന അക്ദബുൽ ഹദീസ്. ഊഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഊഹങ്ങളാണ് ഏറ്റവും കളവാർന്ന വാർത്തകളിൽ വെച്ച് ഏറ്റവും കളവുള്ളത് എന്നാണ്. ആ ഊഹങ്ങളിൽ ചിലത് തെറ്റായേക്കാം. അതുകൊണ്ട് അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എതിർ സ്ഥാനാർത്ഥികളുടെ രഹസ്യങ്ങൾ ചോർത്തെടുത്ത് പരസ്യപ്പെടുത്തുക. സൂറത്ത് ഗുജറാത്തിലെ 12-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നത്, വലാ തജസ്സസു, നിങ്ങൾ രഹസ്യങ്ങൾ അന്വേഷിക്കരുത്. അല്ലേ? എതിർ സ്ഥാനാർത്ഥിയുടെ ഫോൺ കോളുകൾ ചോർത്തുക, ഇമെയിൽ ID പൊട്ടിക്കുക, എന്നിട്ട് അതിൽ കിട്ടുന്ന രഹസ്യങ്ങളൊക്കെ തന്നെ ചോർത്തിയെടുക്കുക. ഇത് ഇന്ത്യൻ നിയമപ്രകാരവും ഇസ്ലാമിക നിയമപ്രകാരവും തെറ്റാണ്. അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അപരനെക്കുറിച്ച് പരദൂഷണം പറയുക. അല്ലേ? അവൻ്റെ അഭാവത്തിൽ അവനെക്കുറിച്ച് മോശമായി പറയുക. വലായതബ്ബഅലുക്കും ബഅള, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. സഹോദരൻ്റെ അഭാവത്തിൽ അവനെക്കുറിച്ച് ദുഷിച്ചു പറയരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എന്താണ് ഈ പരദൂഷണം, ഗീബത്ത് എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ അതിന് കൊടുക്കുന്ന മറുപടി, ദിക്റു അഖാക ബിമാ യക്റഹു, ഇങ്ങനെ സഹോദരനെക്കുറിച്ച് അവൻ വെറുക്കുന്ന കാര്യം നീ പറയുക എന്നാണ്. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, അവനിലുള്ളൊരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്, കളവ് പറയല്ല, അവൻ്റെ ഉള്ളൊരു കാര്യം എടുത്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളൂ. അത് പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറഞ്ഞു, ഉള്ള കാര്യം തന്നെ അവൻ ഇഷ്ടമില്ലെങ്കിൽ അതാണ് ഗീബത്ത്. ഇല്ലാത്തത് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് കളവ് പറഞ്ഞു എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ശിക്ഷയാണ്. പ്രവാചകൻ മിഅ്റാജിൻ്റെ രാത്രിയിൽ നമുക്കറിയാം ആ സംഭവം. ചെമ്പിൻ്റെ നഖങ്ങളുള്ള ചില ആളുകൾ അവരുടെ മുഖവും മാർവിടങ്ങളും മാന്തി കീറുന്നുണ്ട്, അതിലൂടെ രക്തമൊഴുകുന്നുണ്ട്.
ആരാണ് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഹൗലാ ഇല്ലദീന യഅ്കുലൂന ലുഹൂമന്നാസി വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ മാംസങ്ങൾ ഭക്ഷിക്കുന്ന, അവരുടെ അഭിമാനങ്ങൾ പിച്ച് ചീന്തുന്ന, അവരെക്കുറിച്ച് അപരാധങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന ആളുകളാണ് ഇത് എന്നാണ് ജിബ്രീൽ പറഞ്ഞു കൊടുത്തത്. ഭയാനകരമായ ശിക്ഷയാണ്. പക്ഷേ നമുക്കിത് നിസ്സാരമായ കാര്യമാണ്, ഇതൊരു വലിയ തെറ്റായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലേ? അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമിതമായ സ്ത്രീകളുടെ സാന്നിധ്യം. ഇന്ന് പല സീറ്റുകളും വനിതാ സംവരണ സീറ്റുകളാണ്. സ്ത്രീകൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. അത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾ മത്സരിക്കൽ അനിവാര്യമായി വരികയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പൊതുരംഗത്ത് ഇല്ലാത്ത സ്ത്രീകളെ നമ്മൾ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയാണ്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് അവർ അതുവരെ കൊണ്ടു നടന്നിരുന്ന ഇസ്ലാമികമായ ചില നിയമങ്ങൾ, ഇസ്ലാമികമായ കാര്യങ്ങൾ അത് ഒഴിവാക്കുന്നതായിട്ട് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണം ഉപേക്ഷിക്കുന്നുണ്ട്, അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ, അന്യപുരുഷന്മാരുമായി ഒറ്റക്കാവുന്നു, അവരുടെ കുടുംബജീവിതം താറുമാറാകുന്നു. ഇത്തരം ഈ രംഗത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന മുസ്ലിം സ്ത്രീകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ മത്സരിക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ നിങ്ങൾ എവിടെയാണെങ്കിലും ഇസ്ലാമിൻ്റെ വേഷവിധാനവും ഇസ്ലാമിൻ്റെ ചിട്ടയും മര്യാദയും ഉപേക്ഷിക്കരുത്. ഒരു അന്യപുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കാവാൻ പാടില്ല. അങ്ങനെ ഒറ്റക്കായാൽ മൂന്നാമതായി പിശാചുണ്ടാകും എന്നാണ്. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മാ ദീ മഹ്റം, ഒരു സ്ത്രീയും ഒരു പുരുഷൻ്റെ കൂടെ ഒറ്റക്കാവരുത് രക്തബന്ധമുള്ള ആൾ ഉണ്ടായിട്ടല്ലാതെ. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യപുരുഷന്മാരുമായി ഇടപഴകുമ്പോൾ തൻ്റെ ഭർത്താവോ സഹോദരനോ രക്തബന്ധമുള്ള ആളോ സ്ത്രീയുടെ കൂടെ ഉണ്ടാവൽ അനിവാര്യമാണ്. പ്രവാചകൻ്റെ അടുത്ത് നിന്ന് സാഹിബ് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെടുന്നുണ്ട്, ഞാനാണെങ്കിൽ ഒരു യുദ്ധത്തിന് യോദ്ധാവായി പോകാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ യുദ്ധത്തിൽ രജിസ്റ്റർ ചെയ്ത് റദ്ദാക്കണം, എന്നിട്ട് നിങ്ങളുടെ ഭാര്യൻ്റെ കൂടെ നിങ്ങൾ ഹജ്ജിന് പോകണം. കാരണം അവർക്ക് അതൊരു പ്രൊട്ടക്ഷനാണ്, സംരക്ഷണമാണ്, നിങ്ങൾ പോകണമെന്നാണ്. ഇന്ന് നമ്മൾ റോഡിലിറങ്ങിയാൽ കാണുന്നത് മുസ്ലിം സ്ത്രീകളുടെ വലിയ ചിത്രങ്ങളുള്ള കട്ടൗട്ടുകളും പോസ്റ്ററുകളുമാണ് അല്ലേ? ഇത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ ഇലക്ട്രിക് പോസ്റ്റിലും പൊതുയിടങ്ങളിലും ഒന്നും പോസ്റ്ററുകൾ വെക്കരുതെന്ന് നിരോധിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവർ വീട് കയറിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കലാണ് ഏറ്റവും മാന്യമായ വോട്ട് അഭ്യർത്ഥന രീതി. അതിന് പകരം ഫ്ലക്സുകൾ, ഫോട്ടോകളൊക്കെ മാലോകരെ കാണിക്കുന്ന സ്വഭാവം അത് നിരുത്സാഹപ്പെടുത്തേണ്ട സ്വഭാവമാണ് എന്നാണ്. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്. തെരഞ്ഞെടുപ്പുകളിൽ ധാർമ്മികത നമ്മൾ കാത്തു സൂക്ഷിക്കണം. ധാർമ്മികതയ്ക്ക് കോട്ടം വരുത്താത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഓരോ പാർട്ടികളും പ്രകടന പത്രികകൾ പുറത്തിറക്കാറുണ്ട്, പിന്നെ വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. പക്ഷേ ഇസ്ലാം പറയുന്നത് നിങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങളെ നൽകാവൂ എന്നാണ്. കാരണം വാഗ്ദാനങ്ങൾ വലിയ അമാനത്തായിട്ടാണ് ഇസ്ലാം കാണുന്നത്. വൗഫൂ ബിൽ അഹ്ദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല, വൗഫൂ നിങ്ങൾ പൂർത്തിയാക്കണം, ബിൽ അഹ്ദി നിങ്ങളുടെ കരാറുകൾ. കാരണം ഇന്നൽ അഹ്ദ കരാറുകൾ എന്നുള്ളത് കാന മസ്ഊല, അള്ളാഹു അത് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് കരാറുകളെക്കുറിച്ച് എന്നുള്ളതാണ്. കരാറുകൾ അമാനത്താണ്, അള്ളാഹുവിൻ്റെ വിശ്വസ്തത ഉള്ളതാണ്. ആ വിശ്വസ്തത അള്ളാഹു ചോദ്യം ചെയ്യും എന്നാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ഷൻ എന്ന നാളുമായിട്ട് കഴിഞ്ഞു പോകും. ഇലക്ഷൻ കഴിഞ്ഞു പോയിട്ട് ചില ആളുകൾ മെമ്പർമാരാവും, ചില ആളുകൾ പ്രസിഡന്റുമാരാവും. തെരഞ്ഞെടുപ്പിന് വേണ്ടി വാശിയോടെ പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് പരലോകം നമ്മൾ മറന്നു പോകരുത്. ചില ആളുകൾ മെമ്പർമാരാവാൻ വേണ്ടി അവരുടെ ദുന്യാവിന് വേണ്ടി നമ്മുടെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പ്രചരണത്തിനിടയ്ക്ക് നമസ്കാരം ഒഴിവാക്കരുത്. വ്യാജ ആരോപണങ്ങളും പരദൂഷണമൊക്കെ ഒഴിവാക്കുക. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഇസ്ലാമിക മര്യാദകൾ പാലിക്കുക. ഈ രൂപത്തിൽ എല്ലാ സന്ദർഭത്തിലും നമ്മൾ നന്മ പ്രവർത്തിക്കുക. നമ്മൾ എല്ലാ രംഗത്തും പ്രവർത്തിക്കുക അല്ലേ? നന്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതധർമ്മം. ഖുർആൻ പറയുന്നുണ്ട് ഹജ്ജിലെ 77-ാം ആയത്തിൽ, ഫഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുവിൻ എന്നാൽ നിങ്ങൾ വിജയികൾ ആയേക്കാം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നന്മ പ്രവർത്തിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.